നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഡെറിവേറ്റീവ്സിലെ ഓപ്ഷനെ കുറിച്ചാണ്. ഡെറിവേറ്റീവ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫ്യൂച്ചേഴ്സിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസുമാണ് ഡെറിവേറ്റീവ്സിൽ ഉൾപ്പെടുന്നത്. ആദ്യം ഫോർവേഡ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ 1000 രൂപയ്ക്ക് ഒരാളിൻ്റെ കയ്യിൽ നിന്നും ഗോൾഡ് വാങ്ങിച്ചു കൊള്ളാം എന്നൊരു എഗ്രിമെൻ്റ് വയ്ക്കുന്നു. സപ്പോസ് ഇറ്റ് ഈസ് ഓൺ 20th ഓഫ് ദ മന്ത്. അപ്പോൾ ഈ 20-ാം തീയതി 1000 രൂപ ഞാൻ കൊടുക്കുകയോ ഗൂഗിൾ പേ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ആ സ്വർണം ഞാൻ കരസ്ഥമാക്കുന്നു. പക്ഷേ 1000 രൂപ മാത്രമേ എനിക്ക് മുടക്കേണ്ടി വരുന്നുള്ളൂ. ആൻഡ് ദ മാർക്കറ്റ് പ്രൈസ് ഈസ് അറൗണ്ട് 5000. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ലാഭമാണ്. എന്നാൽ സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം സെല്ലർക്ക് അതിൻ്റെ സെല്ല് ചെയ്യാനുള്ളൊരു ഓബ്ലിഗേഷൻ ഇവിടെയുണ്ട്. ബയ്യർക്ക് അത് ബൈ ചെയ്യാനുള്ള ഒരു ഓബ്ലിഗേഷനുണ്ട്. ഇത് രണ്ടും ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഈ ഓബ്ലിഗേഷൻ വളരെ ശക്തമാണ്. അതിൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ് ഈ ഓബ്ലിഗേഷൻ. സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രൂപത്തിൽ ഈ ഫോർവേഡ് കോൺട്രാക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തിച്ചേർന്നപ്പോൾ അതിനെ നമ്മൾ ഫ്യൂച്ചേഴ്സ് എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓബ്ലിഗേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇവിടെയാണ് ഓപ്ഷൻസ് കടന്നു വരുന്നത്. ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോ ഓബ്ലിഗേഷൻ, ദർ ഈസ് ഓൺലി എ റൈറ്റ്. ആ എക്സസൈസ് ചെയ്യാനുള്ള ബൈയും സെല്ലും എക്സസൈസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് മാത്രമേ ഉള്ളൂ. ദർ ഈസ് നോ ഓബ്ലിഗേഷൻ. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഗോൾഡ് ഞാൻ വാങ്ങിക്കുന്നു, എഗ്രിമെൻ്റാണ്, ഞാൻ ഗോൾഡ് വാങ്ങിക്കുന്നു. ആ സ്പെസിഫിക് ഡേറ്റിൽ ഗോൾഡിൻ്റെ വാല്യൂ കുറഞ്ഞു പോയാൽ ഒരു ബയർ എന്ന രീതിയിൽ ഞാൻ എൻ്റെ റൈറ്റ് എക്സസൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അതാണ് എൻ്റെ വിഷയം. അപ്പോൾ ഏതൊരു ബയ്യർക്കും ഏതൊരു സെല്ലർക്കും ഓപ്ഷൻ കോൺട്രാക്റ്റ് ഒരു ഓബ്ലിഗേഷൻ നൽകുന്നില്ല. ബട്ട് റൈറ്റ് ടു എക്സസൈസ് ദെയർ പാർട്ട്, അത് മാത്രമേ ഉള്ളൂ. ഇനി 2-3 പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് സ്ട്രൈക്ക് പ്രൈസ്. അണ്ടർലൈയിങ് അസറ്റ്, അതായത് ഒരു ഷെയറിൻ്റെയോ ഇല്ലെങ്കിൽ ഒരു ഷെയർ പ്രൈസ്, ഗോൾഡ്, അതിൻ്റെയൊക്കെ അണ്ടർലൈയിങ് പ്രൈസ് എന്ന് പറയുന്നത് 5000-ഉം 6000-ഉം ഒക്കെ ആണെങ്കിലും ഇതിന് ഒരു പ്രീമിയം എന്ന് പറഞ്ഞൊരു വസ്തുതയുണ്ട്. അതായത് 5000 രൂപ എന്ന് പറയുന്നത് ആ ഷെയറിൻ്റെയോ ഗോൾഡിൻ്റെയോ വിലയ്ക്ക് ഞാൻ വാങ്ങിച്ചു കൊള്ളാം എന്ന് സമ്മതിക്കുന്ന വിലയാണ്. അപ്പോൾ അത് ഒരെണ്ണമായി കിട്ടില്ല. സ്വർണമാണെങ്കിൽ ചിലപ്പോൾ 1000 രൂപ വെച്ച് ഒരു 20 എണ്ണം 30 എണ്ണമൊക്കെ എടുക്കേണ്ടി വരും. ഇനി ഇതിനകത്ത് വരുന്നത് അതായത് ഒരു പ്രീമിയം എന്ന് പറയുന്ന ഒരു എമൗണ്ട് ബയ്യർ സെല്ലർക്കും സെല്ലർ ബയ്യർക്കും പേ ചെയ്യേണ്ടി വരും. ഓപ്ഷൻസ് നമുക്ക് ബൈ ചെയ്യാം, ഓപ്ഷൻസ് നമുക്ക് സെല്ല് ചെയ്യാം. ഓപ്ഷൻസ് ബൈ ചെയ്യുന്ന അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നു. ഓപ്ഷൻസ് സെല്ല് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അതിനെ പുട്ട് ഓപ്ഷൻ എന്നാണ് വിളിക്കുക. നമുക്ക് ആദ്യം കോൾ ഓപ്ഷൻ പരിശോധിക്കാം. അണ്ടർലൈയിങ് അസറ്റിൻ്റെ വില 100 രൂപയാണെന്ന് വയ്ക്കുക. അത് ഷെയർ ആകാം അല്ലെങ്കിൽ ഗോൾഡ് ആകാം. അപ്പോൾ ആ അണ്ടർലൈയിങ് അസറ്റ് ഞാൻ ബൈ ചെയ്യാൻ ഉറയ്ക്കുന്നു എൻ്റെ സുഹൃത്തിൽ നിന്നും. അപ്പോൾ സുഹൃത്താണ് സെല്ലർ, ഞാൻ ഒരു ബയ്യർ.
ഈ കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് എഗ്രിമെൻ്റ് ആകുമ്പോൾ ഞാൻ എന്നിൽ നിന്നും ചെയ്യുന്നൊരു കാര്യം 10 രൂപ പ്രീമിയം ഞാൻ സെല്ലർക്ക് കൊടുക്കുന്നു. അതായത് ഞാനെന്ന ബയ്യർ സെല്ലർക്ക് 10 രൂപ പ്രീമിയം കൊടുക്കുന്നു. അപ്പോൾ ചിലപ്പോൾ അത് ലോട്ടായിട്ടായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ എത്രയാണോ ആ ലോട്ട് അതിൻ്റെ പ്രീമിയം ഞാൻ കൊടുക്കുന്നു. ഇനി ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞ സമയത്ത് ഉള്ള പ്രൈസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ബേസ് ചെയ്താണ് ഞാൻ എൻ്റെ റൈറ്റ് എക്സസൈസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത്. 100 രൂപ ഞാൻ എഗ്രി ചെയ്തു, പക്ഷേ വില 95 രൂപയായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ 95 രൂപയ്ക്ക് വാങ്ങിച്ച് 100 രൂപയ്ക്ക് വിറ്റുകൂടെ എന്നൊരു ചോദ്യം ചോദിക്കാം. പക്ഷേ 100 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ആ 100 രൂപയ്ക്ക് വാങ്ങിക്കാൻ വരുന്ന ആൾ പറയും ഇപ്പോൾ 95 രൂപയേ ഉള്ളൂ എന്ന് പറയുന്ന സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആലോചിക്കുന്നത് എൻ്റെ പ്രീമിയം എന്തായാലും പോയി, ഇനിയിപ്പോൾ ഇത് വാങ്ങിക്കാൻ ഉള്ള റൈറ്റ് എക്സസൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധി എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ ഓപ്ഷൻസിൽ ചെയ്യാമെന്നുള്ളതാണ് ഓപ്ഷൻസിനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർമ്മിക്കുക, ഒരു സ്ട്രൈക്ക് പ്രൈസിൽ നമ്മൾ ബയറും സെല്ലറുമായിട്ട് എഗ്രി ചെയ്യുന്നു. അതിനുശേഷം ബയർ സെല്ലർക്ക് പ്രീമിയം കൊടുക്കുന്നു. പ്രൈസ് കുറഞ്ഞാൽ അയാൾ ഈ കാര്യം എക്സസൈസ് ചെയ്യുന്നില്ല. ഒരു എക്സാമ്പിളിലൂടെ ഞാൻ വ്യക്തമാക്കാം. 100 രൂപയ്ക്ക് നമ്മൾ എഗ്രി ചെയ്ത ആ വില എക്സിക്യൂട്ട് ചെയ്യേണ്ട ഡേറ്റിൽ 95 രൂപയാകുന്നു. അവിടെ എക്സസൈസ് ചെയ്യാതിരിക്കാം. ഇനി 110 രൂപയായാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ വേണ്ട, 100 രൂപയായാൽ എന്ത് ചെയ്യും? മാർക്കറ്റ് പ്രൈസും സ്ട്രൈക്ക് പ്രൈസും ഒന്നാവും. അപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രീമിയം പേ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് 100 രൂപയല്ല 110 രൂപ എങ്കിലും എനിക്ക് സെയിം ആയിട്ട് കിട്ടിയേ പറ്റൂ. അപ്പോഴും ഞാൻ എക്സസൈസ് ചെയ്യില്ല. 120 ആയാലോ? 120 ആയാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രീമിയം 10 രൂപ, അണ്ടർലൈങ് അസറ്റിൻ്റെ വില 100 രൂപ. 110 രൂപയ്ക്ക് മുകളിലാണ്, ഒരു 10 രൂപ ഓളം മുകളിലാണ് ഈ പ്രൈസ് നിൽക്കുന്നതെന്നുള്ളതുകൊണ്ട് എനിക്കിത് എക്സർസൈസ് ചെയ്യാം. അതാണ് ഓപ്ഷൻസിൻ്റെ പ്രത്യേകത. ഇതാണ് കോൾ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ പ്രത്യേകതകൾ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി പുട്ട് ഓപ്ഷനാണെങ്കിലോ? പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ സെല്ലറാണ് ഇതിനകത്ത് മെയിൻ. അപ്പോൾ സെല്ലർ ബയറുമായിട്ട് ഉള്ള ഒരു എഗ്രിമെൻ്റാണ്. ഞാൻ ഇന്ന ഡേറ്റിൽ ഇത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഈ സെല്ലറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യത്യസ്തമായൊരു കാര്യം, കോളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലറാണ് ബയർക്ക് ഒരു പ്രീമിയം കൊടുക്കുന്നത്. സെല്ലറാണ് ബയർക്ക് ഒരു പ്രീമിയം കൊടുക്കുന്നത്. ഇവിടെയും ഈ രണ്ട് പ്രൈസും, സ്ട്രൈക്ക് പ്രൈസും മാർക്കറ്റ് പ്രൈസും അനലിസിസ് ചെയ്തതിന് ശേഷം മാത്രമേ സെല്ലറും ഇതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയുള്ളൂ. അപ്പോൾ ഇവിടെ 3 സാഹചര്യങ്ങൾ സംഭവിക്കാം. സെല്ലിംഗ് പ്രൈസ്, സ്ട്രൈക്ക് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നതിൽ സ്ട്രൈക്ക് പ്രൈസ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ലെസ് ആകാം. സ്ട്രൈക്ക് പ്രൈസും മാർക്കറ്റ് പ്രൈസും ഒന്നാകാം. പിന്നെയുള്ളത് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ മാർക്കറ്റ് പ്രൈസ് ആകാം. ഇങ്ങനെ 3 ഓപ്ഷൻസ് വരാം.
സ്ട്രൈക്ക് പ്രൈസും മാർക്കറ്റ് പ്രൈസും സെയിം ആണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് അറ്റ് ദ മണി. സ്ട്രൈക്ക് പ്രൈസ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ലെസ് ആണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഇൻ ദ മണി. ഇനി സ്ട്രൈക്ക് പ്രൈസ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഔട്ട് ഓഫ് ദ മണി എന്ന് പറയും. ഇവിടെ സ്ട്രൈക്ക് പ്രൈസ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞിരുന്നാൽ അത് ബയ്യർക്ക് ലാഭമാണ്. അതായത് സ്ട്രൈക്ക് പ്രൈസ് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കുക, മാർക്കറ്റ് പ്രൈസ് കൂടി. അപ്പോൾ സ്ട്രൈക്ക് പ്രൈസിന് തീരുമാനിച്ച സ്ട്രൈക്ക് പ്രൈസ് കുറഞ്ഞ് ഇരുന്നാൽ മാർക്കറ്റ് പ്രൈസ് കൂടുകയും ചെയ്താൽ നിശ്ചിതമായ സ്ട്രൈക്ക് പ്രൈസിന് അത് വാങ്ങിച്ചാൽ കൂടിയിരിക്കുന്ന അണ്ടർലൈങ് അസറ്റ് ഈ താഴെയുള്ള സ്ട്രൈക്ക് പ്രൈസിന് ബയർ വാങ്ങിച്ചാൽ അത് ബയർക്ക് ലാഭമാണ്. രണ്ടാമത്തെ കാര്യം, സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ, ശ്രദ്ധിക്കുക, സ്ട്രൈക്ക് പ്രൈസ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ, അതായത് മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലറെ സംബന്ധിച്ചിടത്തോളം അത് ലാഭമാണ്. അപ്പോൾ സ്വാഭാവികമായും മാർക്കറ്റ് പ്രൈസ് ഡൗൺ ആയി നിൽക്കുന്നു, സ്ട്രൈക്ക് പ്രൈസിൽ അയാൾ എക്സസൈസ് ചെയ്യും. അപ്പോൾ അയാളുടെ സെല്ല് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് ലാഭത്തിലാകും. അപ്പോൾ ബയറും സെല്ലറും മാർക്കറ്റ് പ്രൈസ്, സ്ട്രൈക്ക് പ്രൈസ് ഏതൊക്കെ സാഹചര്യങ്ങളിൽ എക്സസൈസ് ചെയ്യും, ഏതൊക്കെ സാഹചര്യങ്ങളിൽ എക്സസൈസ് ചെയ്യില്ല, അത് ബയറിൻ്റെ കാര്യവും സെല്ലറിൻ്റെ കാര്യവും പറഞ്ഞു കഴിഞ്ഞു. ഓപ്ഷൻസിനെ കുറിച്ച് വളരെ ചെറിയ ഒരു പ്രസൻറ്റേഷനാണിത്. ഇത് സം ബേസിക്സ് മാത്രമേ ആവുന്നുള്ളൂ. പക്ഷേ ഈ ബേസിക്സ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. അപ്പോൾ ഈ ബേസിക്സ് ഒരാൾ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കണം എന്ന ആഗ്രഹത്തിലാണ് ഈ ഓപ്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത ഒരു വീഡിയോയുമായി ഉടനെ തന്നെ ഞാൻ വരുന്നതാണ്. നമസ്തേ.